ഭാഷയും സംസ്കാരവും പരിപോഷിക്കുന്നതിൽ മലയാളി സമാജങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് മുരുകൻ കാട്ടാക്കട. മുംബൈയിൽ എയ്മ മഹാരാഷ്ട്രയുടെ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു കവിയും മലയാള മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട. എയ്മ ദേശീയ അധ്യക്ഷൻ ഗോകുലൻ ഗോപാലൻ അടക്കം നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. മാതൃഭാഷ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണെന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞു. 53 അക്ഷരങ്ങളുള്ള ഒരു ഭാഷയുണ്ട്. ഇംഗ്ലീഷിലാകെ 26 അക്ഷരമേ ഉള്ളൂ. ഭാഷയും സംസ്കാരവും പരിപോഷിക്കുന്നതിൽ മറുനാട്ടിലെ മലയാളി സംഘടനകളുടെ പങ്ക് വളരെ വലുതാണെന്നും കാട്ടാക്കട ചൂണ്ടിക്കാട്ടി. ഏത് വികാരത്തെയും അതിന്റെ കൃത്യമായ അളവിലും തൂക്കത്തിലും അടയാളപ്പെടുത്താൻ പറ്റുന്ന അതിഗംഭീരമായൊരു ഭാഷയുടെ ഉടമകളാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. നവി മുംബൈയിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മഹാരാഷ്ട്ര ഘടകം സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവി. നാട്ടിൽ നിന്നകന്ന നാള് വേരതറ്റുപോയിടും, നാടു കാണുവാൻ കൊതിച്ചിടും, വിരുന്നു വന്നിടും, തിരികെ നാം മടങ്ങിയെത്തിടുന്ന വേളയൊക്കെയും പതിയെ നാടകം നകന്ന് പരിചയം കുറഞ്ഞിടും. എയ്മ ദേശീയ അധ്യക്ഷൻ ഗോകുലൻ ഗോപാലനടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എയ്മ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മലയാളത്തെ സ്നേഹിക്കുക, കേരളത്തെ സ്നേഹിക്കുക എന്നുള്ളത്. എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തു. മറുനാടുകളിൽ തിരക്കിട്ട ജീവിതങ്ങൾക്കിടയിലും ജന്മനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്നും അവരെയാണ് സംഘടന പ്രതിനിധീകരിക്കുന്നതെന്നും ഗോകുലൻ ഗോപാലൻ പറഞ്ഞു. കരുതലും കാരുണ്യവും ചേർത്ത് പിടിക്കുന്ന കൂട്ടായ്മയാണ് എയ്മയെന്നും ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കി. സജി എബ്രഹാം രചിച്ച ബോംബെ ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നടന്നു. NBS ചെയർമാനും സാഹിത്യകാരനുമായ PK ഹരികുമാർ പുസ്തക പരിചയം നടത്തി. മഹാരാഷ്ട്ര പ്രസിഡന്റ് TA ഖാലിദ്, സെക്രട്ടറി K നടരാജൻ, ജ്യോതിന്ദ്രൻ മുണ്ടയ്ക്കൽ, ബാബു പണിക്കർ, KR മനോജ്, ബിനു ദിവാകരൻ, ഉപേന്ദ്രൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. മുംബൈയിലെ മലയാളി പ്രതിഭകൾ അവതരിപ്പിച്ച കേരളീയ കലകളും അരങ്ങേറി. അലോഷ് യാദത്തിന്റെ ഗസൽ പരിപാടിയോടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.